ഹായ് കൂട്ടുകാരെ, നമസ്കാരം. റെയിൻ ഗാർഡന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ താമരയുടെയൊക്കെ ഡോർമൻസി ഒരു സ്റ്റേജാണ് ഈ നവംബർ ഡിസംബറിലൊക്കെ. അപ്പം നവംബർ ഡിസംബറിൽ അത് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഡോർമൻസി നമുക്ക് മനസ്സിലാക്കേണ്ടതും അതനുസരിച്ച് എന്ത് ചെയ്യണമെന്നുള്ളതുമാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. കാര്യം പലരും താമര മേടിച്ച് വെച്ച് ചിലപ്പം ഒക്ടോബറിലോ നവംബറിലോ ആയിരിക്കും നമ്മൾ താമര പോട്ട് ചെയ്യുന്നത്. ട്യൂബർ നമ്മൾ നവംബറിലോ ഒക്ടോബറിലോ ഒക്കെ നട്ട ചില സമയങ്ങളിൽ ഇത് ഡോർമൻസി ആയിപ്പോവും. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഈ തണുപ്പ് കാലം ആയതിനാൽ നവംബർ ഡിസംബറിലൊക്കെ തണുപ്പായത് കാരണം ആ സമയം ഇത് ഡോർമൻസി സ്റ്റേജാണ് ഈ താമരയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് ഇത് ഉറങ്ങുന്ന സമയമാണ് ആക്ച്വലി. ആ സമയത്ത് നമുക്ക് ഫ്ലവറൊക്കെ വളരെ വിരളമായിട്ടായിരിക്കും വരുന്നത്. അതേപോലെ തന്നെ ഗ്രോത്ത് കാണത്തില്ല, തീരെ ഗ്രോത്ത് കുറവുള്ള സമയമാണ്. വെയിലില്ലല്ലോ, നല്ല തണുപ്പായതുകൊണ്ട് തന്നെ നല്ല ഗ്രോത്ത് കുറവുള്ള ഒരു ടൈമാണ് നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി. ഈ 4 മാസം ഡോർമൻസി ആയിട്ടുള്ളൊരു സ്റ്റേജാണ്. അപ്പം നമുക്ക് പലർക്കും ഈ ട്യൂബർ നട്ടവർക്ക് പലർക്കും അറിയത്തില്ല ഈ ഒരു സ്റ്റേജ്. കാര്യം ബിഗിനേഴ്സിനെ സംബന്ധിച്ച് ഇത് വളരെ പാടാണ്. അപ്പോൾ അവർക്കിത് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് തന്നെ ഈ പ്ലാന്റ് ചിലപ്പോൾ കേടായി പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം നവംബർ, ഡിസംബർ കാലങ്ങളിൽ നമ്മുടെ പ്ലാന്റിൻ്റെ ഗ്രോത്ത് എല്ലാം മുരടിച്ച് ഇലയൊക്കെ കരിഞ്ഞൊരവസ്ഥയിൽ നിൽക്കും. ഞാൻ വേണമെങ്കിൽ അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമ്മൾ പ്ലാന്റിനെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഫെബ്രുവരി ആകുമ്പോൾ റീപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇങ്ങനെയുള്ള പ്ലാന്റ് പൂർണ്ണമായിട്ട് അഴുകി പോകുന്നുണ്ടോ എന്നും കൂടെ ശ്രദ്ധിക്കണം. ഫുൾ ഇല പോയിട്ടുണ്ടെങ്കിൽ അപ്പോഴേ നമുക്ക് ഇല പോകുന്നുണ്ടെങ്കിൽ ഒരു ഇലയൊക്കെ ഉള്ളെങ്കിൽ അപ്പോഴേ റീപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് ഫെബ്രുവരി ആകുമ്പോൾ വീണ്ടും ഒന്നും കൂടെ ചിലപ്പോൾ റീപ്പോർട്ട് ചെയ്യേണ്ടി വരും. കാര്യം നമ്മുടെ താമര നിൽക്കുന്ന സ്ഥലത്ത് വെയിൽ തീരെ കുറവുള്ള സ്ഥലങ്ങൾ കാണും, ചൂടലുള്ള സ്ഥലങ്ങളൊക്കെ കാണും. അപ്പോൾ അവിടങ്ങളിൽ ഇത് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും. ഒരു ഒക്ടോബർ നവംബറിലാകുമ്പോൾ ഇത് ഡോർമൻസി ആവും. പക്ഷെ നല്ല വെയിലുള്ളിടത്ത് ഒരു ഡിസംബർ കഴിയുമ്പോഴായിരിക്കും ഡോർമൻസി ആവുന്നത്. അപ്പോൾ ഇവിടെ ഇലക്ഷൻ്റെ പ്രചാരണം നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ്. കാര്യം അനൗൺസ്മെൻറ്റ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇലക്ഷൻ്റെ ഒക്കെ ബഹളം നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അനൗൺസ്മെൻ്റ് ഒക്കെ നമ്മളെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് മ്യൂട്ട് ചെയ്തതാണ്. അപ്പം നമ്മുടെ കാര്യങ്ങളിലേക്ക് വരാം. ഡോർമൻസി ഒരു സ്റ്റേജ് ഈ ഒരു നവംബർ തൊട്ട് ഫെബ്രുവരി വരെ ഡോർമൻസി സ്റ്റേജാണ്. അപ്പോൾ അതാ നമ്മുടെ താമരയുടെയൊക്കെ ഒരു അവസ്ഥ കണ്ടോ, ഇതേപോലെ ഇങ്ങനെ നിൽക്കും, കരിഞ്ഞ പോലെ. അപ്പോൾ പലരും വിചാരിക്കും ഇത് മേടിച്ച് വെച്ചത് കേടായി പോയെന്ന് വിചാരിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഇതൊരു ഡോർമൻസി എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈമിൽ അങ്ങനെ തന്നെയാണ്, ആ തണുപ്പ് സമയങ്ങളിലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഇലയെല്ലാം കരിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മൾ റീപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ ലക്ഷ്യം. റിപ്പോർട്ട് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലോട്ട് പറയുന്നത്. നമ്മൾ പ്രത്യേകിച്ച് ചില കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ ഈ ഡോർമൻസി ടൈമിൽ. അപ്പോൾ അതാണ് നമ്മുടെ ഈ വീഡിയോയിൽ ഇന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നമ്മൾ ഇതാണ്ട് ഈ കാണുന്നതൊക്കെ ഡോർമൻസിയാണ്. ഞാൻ